ഹായ് മക്കളെ, അബ്ദുള്ള സാറാണ്. എല്ലാവർക്കും സൈലത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എക്സാമിനേഷന് വേണ്ടി എങ്ങനെ പഠിച്ചെടുക്കാന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര്? മക്കൾക്ക് എല്ലാം ഇപ്പൊ സാർ പറഞ്ഞു വെള്ളം പോലെ പരിചയമുണ്ടല്ലോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സിമ്പിളായി മക്കൾക്ക് അറിയുന്ന ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ചാപ്റ്റർ മാറിയിട്ടുണ്ട് അല്ലെ. എന്താണ് ചാപ്റ്ററിന്റെ പേര്? മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവം, വിനിമയം എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, അല്ലെങ്കിൽ മിഡിൽ ഇന്ത്യ, സൊസൈറ്റി, റിസോഴ്സ് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ. ഏറ്റവും ഷോർട്ടായിട്ടും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ കാണാം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇതിലെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉപകരിക്കുന്നുള്ള 100% ഉറപ്പോട് കൂടിയാണ് സാർ എന്ത് ചെയ്യുന്നത്, വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം, എന്തൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്രധാനമായിട്ടും പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും, എന്തായിരുന്നു മിഡിവൽ പീപ്പിൾസിന്റെ മേജർ ആയിട്ടുള്ള ഓക്യുപ്പേഷൻ എന്നുള്ളത് നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് അല്ലെ. മധ്യകാലഘട്ടത്തിലെ ആളുകളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, അഗ്രികൾച്ചർ വാസ് ദ ചീഫ് ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ മിഡിവൽ ഇന്ത്യ. ദെൻ എന്തൊക്കെ ക്രോപ്സ് ആണ് അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്, എന്തൊക്കെ വിളകളായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്? കോട്ടൺ ഉണ്ടായിരുന്നു, സിറിയൽസ് ഉണ്ടായിരുന്നു, പൾസസ് ഉണ്ടായിരുന്നു, ഇൻഡിഗോ ഉണ്ടായിരുന്നു, ഷുഗർ കെയിൻ ഉണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടും കൃഷി ചെയ്തിരുന്ന ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മധ്യകാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ആയിരുന്നു, കൃഷിയായിരുന്നു. ഇതിന് എന്തൊക്കെ ക്രോപ്സ് ആണ്, എന്തൊക്കെ വിളകളാണ് അവർ കൃഷി ചെയ്തിരുന്നത്? എന്തൊക്കെ പറഞ്ഞ മക്കളെ? ഷുഗർ കെയിൻ ഉണ്ടായിരുന്നു അല്ലെ, പിന്നെ കോട്ടൺ ഉണ്ടായിരുന്നു, സിറിയൽസ് ഉണ്ടായിരുന്നു, പൾസസ് ഉണ്ടായിരുന്നു, ഇൻഡിഗോ ഉണ്ടായിരുന്നു അല്ലെ, എന്താ പറയാ, കരിമ്പ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പരുത്തി നമുക്ക് കാണാൻ പറ്റും, നീലം നമുക്ക് കാണാൻ പറ്റും, ധാന്യങ്ങൾ, ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, വിവിധ വിളകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃഷി ചെയ്തിരുന്നായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിനൊക്കെ മലയാളം ഉണ്ട് കേട്ടോ മക്കളെ. ഇനി മലയാളം സ്ലൈഡ് സാർ എന്താ കാണിക്കാത്തത് എന്നിട്ട് ആരും ബേജാറാക്കണ്ട, മലയാളം നമുക്ക് നെക്സ്റ്റ് പേജിലുണ്ട്. ദെൻ നമ്മൾ അടുത്ത് പറയുന്നത് എന്തൊക്കെ സ്റ്റെപ്സ് ആണ്, റൂളേഴ്സ്, ഭരണാധികാരികൾ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്സ് ടേക്ക് ചെയ്താൽ, അല്ലെങ്കിൽ ഭരണാധികാരികൾ എന്തെങ്കിലുമൊക്കെ മെഷേഴ്സ് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊരു സെക്ടറിലും ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രോഗ്രസിന് വേണ്ടി റൂളേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് അടുത്ത ചോദ്യം വന്നിട്ടുള്ളത്. ദ സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ റൂളേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ വ്യാപനത്തിന് വേണ്ടി എന്തെങ്കിലും ഭരണാധികാരികൾ സ്വീകരിച്ചിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ പറയുന്നത്. എന്താ പറയുക, അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് അല്ലെ, ജലസേചന സൗകര്യങ്ങൾ എന്ത് ചെയ്തു, ഒരുക്കി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സപ്ലൈഡ് സീഡ്സ് എന്ത് ചെയ്തു, വിത്തുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, വിതരണം ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ, നികുതിയിൽ എന്ത് കൊടുത്തു മക്കളെ, ഇളവുകളൊക്കെ കൊടുത്തു. ഇതൊക്കെ ആര് ചെയ്താണ്? റൂളേഴ്സ് ചെയ്ത് അല്ലെ, എന്താ പറയുക, ഭരണാധികാരികൾ ചെയ്തിട്ടുള്ള മെഷേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നമ്മളിപ്പോൾ എടുത്ത് ഇത്രയും ഭാഗങ്ങൾ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്, കൃഷിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. മിഡിൽ പീപ്പിളിന്റെ ഓക്യുപ്പേഷൻ എന്താണ്, ജോലി എന്താണ്, തൊഴിൽ എന്താണ്, കൃഷിയാണ്. എന്തൊക്കെ വിളകളായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്, എന്തൊക്കെ ക്രോപ്സ് ആണ് അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഏതൊക്കെ ക്രോപ്സ് ആണ്? സിറിയൽസ്, പൾസസ്, കോട്ടൺ, അതുപോലെ തന്നെ ഇൻഡിഗോ, ഷുഗർ കെയിൻ, അങ്ങനെ എല്ലാ ക്രോപ്സിന്റെ പേര് മക്കൾ എന്ത് ചെയ്യുക അവിടെ കൊടുക്കാം. ഇനി എന്തായിരുന്നു റൂളേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള മെഷേഴ്സ്? ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊവൈഡ് അറേഞ്ച്ഡ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ സപ്ലൈഡ് സീഡ്സ്, ഗ്രാൻഡഡ് ടാക്സ് റിലാക്സേഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ അവിടെ കൊടുക്കാം. അപ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മധ്യകാലഘട്ടത്തിലെ ആളുകളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട തൊഴിൽ എന്തായിരുന്നു? കൃഷിയായിരുന്നു. ഇനി എന്തൊക്കെയാണ് കൃഷി, എന്തൊക്കെയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, വിളകളായിരുന്നു കൃഷി ചെയ്തിരുന്നത്? പരുത്തി, ധാന്യങ്ങൾ, പയറ്, അതുപോലെ തന്നെ നീലം, കരിമ്പൊക്കെ ആയിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കാർഷിക പുരോഗതിക്കായിട്ട് ഭരണാധികാരികൾ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത് ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി, വിത്തുകൾ വിതരണം ചെയ്തു, അതുപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് പറയുന്നുണ്ട്, നികുതിയിൽ ഇളവുകൾ കൊടുത്തു. ഇതൊക്കെയായിരുന്നു ആര് സ്വീകരിച്ചിരുന്നത്? ഭരണാധികാരികൾ സ്വീകരിച്ചിരുന്ന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇവിടെ വരുന്നത് ഇത് മെഡിവൽ പീരീഡ്, എന്താ പറയുക, നമ്മുടെ ഇക്ത അതുപോലെ തന്നെ ജാഗിർദാരി, 2 സിസ്റ്റംസ് ആ ലൈവിലൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ വന്നിട്ടുള്ളത്. ഇൻ ദ മെഡിവൽ പീരീഡ് ദ ഓഫീസേഴ്സ് വെർ ഗിവൺ ലാൻഡ് ആസ് വേജസ്. ലാൻഡ്, ഭൂമി, വേജസ് ആയിട്ട്, സാലറി ആയിട്ട് അല്ലെങ്കിൽ വേതനമായിട്ട് കൊടുത്തിരുന്ന സിസ്റ്റം 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഇക്ത അതുപോലെ തന്നെ ജാഗിർദാരി ട്ടോ. ഇക്ത എന്നും അതുപോലെ തന്നെ ജാഗിർദാരി എന്നും 2 പേരിലാണ് ഈ ഒരു സിസ്റ്റം അറിയപ്പെടുന്നത്. അപ്പൊ ഇക്ത ഏത് പീരീഡ് ആണ് മക്കളെ? ഈ സിസ്റ്റം സൽത്തനത്ത് പീരീഡ് ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇക്ത എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ സാർ ഇതിന് ഷോർട്ടൊക്കെ പറഞ്ഞിരുന്നു അല്ലെ, SI എന്ന് മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ സൽത്തനത്ത് പീരീഡ് എന്ത് പേരിൽ അറിയപ്പെട്ടു? ഇക്ത എന്നറിയപ്പെട്ടു. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പോസിറ്റ് എന്താണോ സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ മുഗൾ പീരീഡ് ആണ് എന്തുണ്ടായിരുന്നത്? ജാഗിർദാരി സിസ്റ്റം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ
ഇക്ത എന്ന് പറയുന്നത് ഏത് പീരീഡ് ആയിരുന്നു? സൽത്തനത്ത് പീരീഡ് ആയിരുന്നു. സൽത്തനത്ത് കാലഘട്ടത്തിൽ ഈ ഒരു എന്താ പറയാ, ഈ ലാൻഡ് വേജസ് ആയിട്ട് കൊടുത്തിരുന്ന, ഭൂമി വേതനമായിട്ട് കൊടുത്തിരുന്ന സമ്പ്രദായം എന്ത് പേരിൽ അറിയപ്പെട്ടു? ഇക്ത എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പൊ സാർ ഇത് എടുക്കെടുക്ക് പറയാനുള്ള കാരണം സാറിന് കഴിഞ്ഞ ലൈവിന്റെ താഴെ ഒരു കുട്ടിയുടെ കമന്റ് ഉണ്ടായിരുന്നു, സാർ ഇക്ത ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് വെച്ചിട്ട്. അതുകൊണ്ടാണ് പറയുന്നത്, സൽത്തനത്ത് കാലഘട്ടത്തില് ഭൂമി വേതനമായി കൊടുത്തിരുന്ന, ഓഫീസർമാർക്ക് സാലറി ആയിട്ട് ഭൂമി കൊടുത്തിരുന്ന സിസ്റ്റമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇക്ത സമ്പ്രദായം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് സാറേ. അതുപോലെ തന്നെ ജാഗിർദാരി എന്ന പേരിൽ അറിയപ്പെടുന്നത് മുഗൾ പീരീഡ് ഇതുപോലെ തന്നെ ലാൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? വേജസ് ആയിട്ട് കൊടുത്തിരുന്നു, അത് ജാഗിർദാരി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇതുപോലെ സാർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാന്ന് പറഞ്ഞു തന്നിരുന്നു അല്ലെ. അപ്പൊ എന്താണ് പറയാ, സൽത്തനത്ത് പീരീഡ് ഭൂമി സാലറി ആയി കൊടുത്തിരുന്ന സമ്പ്രദായത്തിന്റെ പേരെന്ത് എന്ന രീതിയിലായിരിക്കും ചോദ്യം വരിക, അല്ലെങ്കിൽ മുഗൾ പീരീഡ് ഈ രീതിയിലായിരിക്കും ചോദ്യം വരിക. അപ്പൊ മക്കൾ കൃത്യമായിട്ട് ആലോചിച്ച് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പോകണം. ഓക്കെ ആണെന്ന് സാർ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പറയുന്നത് കൃഷിയോടൊപ്പം തന്നെ കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പല കൈത്തൊഴിലുകളും ഈ ഗ്രാമങ്ങളിൽ ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ അഡീഷൻ ടു അഗ്രികൾച്ചർ മെനി ഓക്യുപ്പേഷൻ ഫോർ മേക്കിംഗ് അഗ്രികൾച്ചർ ടൂൾസ് എക്സിസ്റ്റഡ് ഇൻ വില്ലേജ്. അപ്പോൾ കൃഷി വളർന്നു. കൃഷി വളരുമ്പോൾ എന്ത് വളരും? കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൂൾസ് ഒക്കെ ആവശ്യമായിട്ട് വരും, ഉപകരണങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും അല്ലേ. അപ്പോൾ അത് നിർമ്മിക്കാനുള്ള ഒരു തൊഴിലും കൂടി, അല്ലെങ്കിൽ പുതിയൊരു തൊഴിൽ മേഖല കൂടി ഏത് മേഖലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്? നമ്മൾ ഈ പറയുന്ന ഗ്രാമ മേഖലയിൽ രൂപപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അടുത്ത് പറയുന്നത് കോട്ടൺ, ഇൻഡിഗോ ആൻഡ് സിൽക്സ് പ്രൊഡ്യൂസ്ഡ് ദ റൂറൽ ഫോക്സ് എൻറിച്ച്ഡ് ദ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമായിരുന്നു. നെയ്ത്തും മറ്റ് കൈത്തൊഴിലുകളായിരുന്നു പട്ടണങ്ങളിലെ പ്രധാനപ്പെട്ട തൊഴിൽ. ഗ്രാമീണ ജനത ഉൽപ്പാദിപ്പിച്ച പഞ്ഞിയും നീലവും പട്ടുനൂലും നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കി. അപ്പോൾ നെയ്ത്ത് വ്യവസായത്തെ ശക്തമാക്കാൻ കാർഷിക മേഖലയ്ക്ക് എങ്ങനെ സാധിച്ചു എന്നൊക്കെ ചോദ്യം വന്നാൽ, പഞ്ഞി, നീലം, പട്ടുനൂലൊക്കെ ഗ്രാമങ്ങളിൽ ധാരാളമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൃഷി ചെയ്തിരുന്നു. ഇത് എന്തിന്റെ വളർച്ചയിലേക്ക് എത്തിച്ചു? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന്റെ അല്ലെങ്കിൽ നെയ്ത്ത് മേഖലയുടെ വളർച്ചയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇത്രേ ഉള്ളൂ, ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. കൃഷിയോടൊപ്പം തന്നെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ, അഗ്രികൾച്ചറൽ ടൂൾസും കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? മേക്ക് ചെയ്യാൻ തുടങ്ങി. അത് ഗ്രാമങ്ങളിൽ തന്നെയാണ്. പിന്നീട് നമ്മൾ പറയുന്നത് ക്രോപ്സ്, പല ക്രോപ്സും കൾട്ടിവേറ്റ് ചെയ്തതിൽ പരുത്തി ആണെങ്കിലും, അല്ലെങ്കിൽ ഇൻഡിഗോ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞില്ല പട്ടുന്നില്ല അല്ലെ, എന്താ പറയുക, സിൽക്ക് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അത് എന്തിനും കൂടി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി? ഇൻഡസ്ട്രിയൽ ഏരിയാസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ഗ്രോത്തിന്, അല്ലെങ്കിൽ നമ്മുടെ നെയ്ത്ത് വ്യവസായത്തിന്റെ ഒക്കെ ഗ്രോത്തിന് കാരണമായതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ന്യൂ ടൂൾസ് ലൈക്ക് സ്പിന്നിങ് വീൽ ആൻഡ് ലൂംസ് വെരി യൂസ്ഡ് ഫോർ വീവിങ്. വീവിങ്ങിന് വേണ്ടി എന്തൊക്കെ ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി? നൂൽ നിൽക്കാനുള്ള ചർക്കയും അതുപോലെ തന്നെ നെയ്ത്തിനുള്ള തറകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻഡിഗോ ആൻഡ് കളർ മിക്സ്ചേഴ്സ് വെർ യൂസ്ഡ് ഫോർ ഡൈയിങ് ദ ടെക്സ്റ്റൈൽ വുഡ് എക്ലൈം. നമുക്കിവിടെ കാണാൻ പറ്റും ഇൻഡിഗോ അതുപോലെ തന്നെ കളർ മിക്സ്ചേഴ്സ് ഒക്കെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ടെക്സ്റ്റൈൽസ്, ഡ്രസ്സിൽ ഡൈയിങ് ചെയ്യാൻ, കളറൊക്കെ ചായ മുക്കാനൊക്കെ വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ തന്നെ വേൾഡ് എന്താ പറയുക, ഇന്ത്യൻ ടെക്സ്റ്റൈൽ, ഇന്ത്യയുടെ ഈ പറയുന്ന തുണിത്തരങ്ങളെ ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാനും സാധിച്ചു. ഇതൊക്കെ കാർഷിക മേഖലയായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ടെക്സ്റ്റൈലൊക്കെ എന്തൊരു ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്? അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മക്കളെ വളർന്നു വന്നിട്ടുള്ളത്. തുണികൾ ചായമുക്കുന്നതിന് നീലവും നിറക്കൂട്ടുകളും ഉപയോഗിച്ചു. ഇന്ത്യൻ തുണിത്തരങ്ങൾ ലോക പ്രശസ്ത നേടി, അല്ലെങ്കിൽ ലോക പ്രശസ്തി അല്ലെങ്കിൽ ലോക ശ്രദ്ധ കൈപിടിച്ചു പറ്റാൻ ആർക്ക് പറ്റിയിട്ടുണ്ട്? ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് പറ്റിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നഗരങ്ങളെ കുറിച്ചാണ്, അതല്ലേ. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൗൺസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ടൗൺസ് ആൻഡ് ട്രേഡ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ ഇവിടെ ഒരു ട്രാവലറുടെ വാക്കുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആരാണ് ട്രാവലർ? നിക്കോളോ കോണ്ടി അല്ലെ. നിക്കോളോ കോണ്ടി എന്ന് പറയുന്ന ട്രാവലർ എന്താണ് അദ്ദേഹം പറയുന്നത്? വിജയനഗരം എന്ന മഹാനഗരി കേക്കും തൂക്കായ മലനിരകൾക്ക് അരികിലാണ്. നഗരത്തിൽ ആകർഷകമായ ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ട്. സമ്പൽ സമൃദ്ധിയുടെ കേദാരമായ ഈ നഗരത്തിൽ അങ്ങാടികളെല്ലാം വില പിടിച്ച വസ്തുക്കളെ കൊണ്ട് നിറഞ്ഞവയാണ്. അപ്പോൾ ഇന്ത്യയിലെ വിജയനഗരം എന്ന് പറയുന്ന നഗരത്തെ കുറിച്ചാണ് ആര് പ്രതിപാദിക്കുന്നത്? നിക്കോളോ കോണ്ടിയുടെ വാക്കുകൾ നമുക്ക് പ്രതിപാദിക്കുന്നത്. എന്തൊക്കെയുണ്ട് മക്കൾ? അവിടെ ഉദ്യാനങ്ങളുണ്ട്, വിശാലമായ നഗരങ്ങളാണ്, അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധമാണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അപ്പോൾ റിച്ച് ആയിരുന്നു ഇന്ത്യ ഈ ഒരു കാലഘട്ടത്തിൽ. വെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക സിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു കൺട്രി ആയിരുന്നു ഇന്ത്യ. അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന വിജയനഗരം ആണെങ്കിൽ വെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യക്കാരല്ല പറയുന്നത്, സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ വിദേശികളാണ് ഇന്ത്യയെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അവരായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഇപ്പൊ ഇന്ത്യക്കാർ തന്നെയാണ് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് വെറുതെ പൊക്കി പറയാണെന്നൊക്കെ പറയും അല്ലേ. ഇത് അങ്ങനെയല്ല, അവരാണ് പുറത്തുനിന്ന് വന്ന ആളുകളാണ് ആരെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി the agriculture progress created favorable condition for the prosperity of trade and commerce. അഗ്രികൾച്ചർ പ്രോഗ്രസ് അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി ട്രേഡിലും കൊമേഴ്സിലും എന്താ പറയുക, നമ്മൾ പറയുന്ന കച്ചവടത്തിലൊക്കെ എന്തുണ്ടാക്കി? വലിയ പുരോഗതിക്ക്
കാർഷിക രംഗത്തെ പുരോഗതി, വാണിജ്യം അഭിവൃദ്ധിപ്പെടാനുള്ള സാഹചര്യം ഒരിക്കലും കച്ചവട മേഖലയിലേക്ക് എന്തുണ്ടാക്കി വലിയ പ്രോഗ്രസ് ഒക്കെ അറ്റൈൻ ചെയ്യാൻ കാരണമായിട്ടുണ്ട്. ഇനി ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെം, സാൻഡൽ, മെറ്റൽസ്, പേൾ, ഐവറി ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് വേൾഡിലെ തന്നെ ഫോറിൻ മാർക്കറ്റ്സിലൊക്കെ വലിയ ഡിമാൻഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസിനും പ്രോഡക്ട്സിനൊക്കെ വേൾഡിൽ എന്തുണ്ടായിരുന്നു വലിയ ആവശ്യക്കാരുണ്ടായിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, തുകല്, രത്നങ്ങൾ, ചന്ദനം, ലോഹങ്ങൾ, മുത്ത്, ആനക്കൊമ്പ് ഇങ്ങനെ എല്ലാത്തിനും പുറം നാടുകൾ ഔട്ട്സൈഡിൽ വിദേശികൾക്കിടയിൽ എന്തുണ്ടായി വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മളോട് പറയുന്നത് ഏതൊക്കെ വിദേശികളാണ് ഇന്ത്യയുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏർപ്പെട്ടിരുന്നതെന്നാണ്. ദ ഫോറിനേഴ്സ് ഹു എൻഗേജ് ഇൻ ട്രേഡ് വിത്ത് ഇന്ത്യയുമായിട്ട് വ്യാപാരം നടത്തിയിട്ടുള്ള പുറം നാട്ടുകാർ ആരൊക്കെയാണെന്നാണ്. ചൈനീസ് ഉണ്ട്, അറബ്സ് ഉണ്ട്, പോർച്ചുഗീസ് ഉണ്ട്, ഡച്ച് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്. ചൈനക്കാർ, അറബികൾ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, അതുപോലെ ഫ്രാൻസ്, ഇത്രയും ആളുകളാണ് ആരുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിദേശികൾ എന്ന് പറയുന്നത്. ആ പേരുകൾ, ആ രാജ്യക്കാരുടെ പേരുകൾ മക്കളെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകണം. ഇനി ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരമാണ്. അപ്പോൾ റാൽഫിച്ച് ആണ് പറയുന്നത്. റാൽഫിച്ച് ആരാണെന്നൊക്കെ സാർ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ റാൽഫിച്ച് എവിടെ നിന്ന് ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരിയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം താഴെ കമന്റ് ചെയ്യാം കേട്ടാ. ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള സഞ്ചാരിയാണ് റാൽഫിച്ച് എന്ന് പറഞ്ഞു അല്ലേ? എവിടുത്തുകാരനാണ്, ഏത് വിദേശ രാജ്യത്തെ സഞ്ചാരിയാണ് റാൽഫിച്ച് നമുക്ക് എന്ത് ചെയ്യാം താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ റാൽഫിച്ച് എന്താണ് പറയുന്നത്? റാൽഫിച്ചിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഇന്ത്യയിലെ പല നഗരങ്ങളും, ആഗ്ര ആണെങ്കിലും ഫത്തേപൂർ സിക്രി ആണെങ്കിലും അഹമ്മദാബാദും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ലോകത്ത് തന്നെ വലിയ നഗരങ്ങളായിട്ടുള്ള ലണ്ടനേക്കാളൊക്കെ വലിയ നഗരമാണ്. അതുപോലെ തന്നെ ഡൽഹി ആണെങ്കിലോ വലുതുമാണ്, സമ്പന്നവുമായിട്ടുള്ള നഗരം കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ആരുടെ അഭിപ്രായങ്ങളാണ്? വിദേശികളുടെ അഭിപ്രായങ്ങളാണെന്നും കൂടി മക്കൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ പറയുന്നത് ടൗൺ ഡെവലപ്ഡ് അറൌണ്ട് ദ പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആൻഡ് മാർക്കറ്റ്സ് ഡാക്ക, പൈതാൻ, കാഞ്ചീപുരം, ഒരേയൊരു, മധുര. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഉൽപ്പാദന കേന്ദ്രങ്ങളായ ചന്തകളെയും കേന്ദ്രീകരിച്ച് എന്ത് വളർന്നു വന്നു? നഗരങ്ങൾ വളർന്നു വന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇതൊക്കെ ധാക്ക ആണെങ്കിലും പൈതാൻ ആണെങ്കിലും കാഞ്ചീപുരം ആണെങ്കിലും മറയൂർ ആണെങ്കിലും മധുര ആണെങ്കിലൊക്കെ അതിൽ പ്രധാനപ്പെട്ട ടൗൺസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആർട്ടിസൻസ്, ട്രേഡേഴ്സ്, ഓഫീസേഴ്സ്, സെർവൻസ്, സ്ലേവ്സ് ആൻഡ് സോ ഓൺ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദ അർബൻ പോപ്പുലേഷൻ. അപ്പോൾ ആരൊക്കെയാണ് അർബൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നഗരവാസികൾ ആരൊക്കെയായിരുന്നു മക്കളെ? കൈത്തൊഴിലുകാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, പരിചാരക, അടിമകളൊക്കെ ആയിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? നഗരങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾ എന്ന് പറയുന്നത്. ഇനി വർക്ക്ഷോപ്സ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ തൊഴിൽ കേന്ദ്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? കാർഖാനകളെ കുറിച്ച് സാർ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു അല്ലേ? അപ്പൊ കാർഖാനകൾ നമുക്കിവിടെ കാണാൻ പറ്റും. കാർഖാനകളിൽ ആരൊക്കെ ഉണ്ട് മക്കൾ? അവർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിവിടെ സ്വർണ്ണപ്പനിക്കാരുണ്ട്, ചായം പൂശുന്നവരുണ്ട്, ചെരുപ്പുണ്ടാക്കുന്നവരുണ്ട്, ഇങ്ങനെ വ്യത്യസ്ത തൊഴിലിൽ ഏർപ്പെടുന്നവർ എവിടെ നമുക്ക് കാണാൻ പറ്റും? കാർഖാനകളിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അപ്പൊ ഇതൊക്കെ ആരുടെ അഭിപ്രായമാണ്? ബെർണിയറുടെ. ബെർണിയർ ഏത് വിദേശ സഞ്ചാരിയാണ് മക്കളെ? അപ്പൊ ബെർണിയർ ഏത് വിദേശ സഞ്ചാരിയാണെന്ന് ഇത് കമന്റ് ചെയ്യുക. അപ്പൊ നേരത്തെ സാറ് റാൽഫിച്ചിന്റെ ചോദിച്ചല്ലേ? അപ്പൊ റാൽഫിച്ച് എവിടുത്തെയാണ്? ബെർണിയർ എവിടുത്തുകാരനാണ്? മക്കൾ എന്ത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ കാർഖാനകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കാർഖാനാസ് were the centers that produced and supplied goods for the places of Mughal kings and nobles അല്ലെ? അപ്പൊ മുഗൾ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തിരുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ എന്തു പറയുന്നത് മക്കളെ? കാർഖാനകൾ എന്ന് പറയുന്നത്. കാർഖാനകൾ എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ ഇന്നലെ സാർ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു കാർഖാനാസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് ചോദ്യം വരുന്നതൊക്കെ സാറ് കഴിഞ്ഞ ലൈവ് സെഷനിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ കാർഖാനകൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യണം. ഇനി എങ്ങനെയാണ് സാമൂഹ്യ ജീവിതം അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ജനജീവിതം എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ദ ലൈഫ് സ്റ്റൈൽ, ഡ്രസ്സിംഗ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ആർ എക്സ്റ്റെൻസീവ്ലി വേരിഡ് അക്രോസ് ഇന്ത്യ. എക്സ്ട്രാവെജന്റ്ലി കളർഫുള്ളി ഡ്രസ്ഡ് പീപ്പിൾ ആൻഡ് ദോസ് സ്പെഷ്യലി ക്ലാഡ് വെർ ഓൾസോ ഫൗണ്ട് ഹിയർ. അപ്പോൾ ടാവർണിയർ അടുത്ത വിദേശ സഞ്ചാരിയാണ്. ടാവർണിയർ എവിടുത്തെ സഞ്ചാരിയാണെന്നും കൂടി മക്കൾ കമന്റ് ചെയ്യണം. അപ്പൊ ടാവർണിയറുടെ അഭിപ്രായത്തിൽ എന്താണ് പറയുക? ഇന്ത്യയിലെ ഭക്ഷണ രീതിയാണെങ്കിലും വസ്ത്രധാരണ രീതിയാണെങ്കിലും ആളുകളുടെ ജീവിത രീതിയൊക്കെ വ്യത്യസ്തമാണ്. വൈവിധ്യങ്ങൾ കാണാൻ പറ്റും. വളരെ ആർഭാടകരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവരും നാമമാത്രമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നവരൊക്കെ എവിടെ കാണാൻ പറ്റും? ഇന്ത്യയിൽ കാണാൻ സാധിക്കുമെന്നാണ് ആര് പറയുന്നത്? ടാവർണിയർ എന്ന് പറയുന്ന വിദേശ സഞ്ചാരി പറയുന്നത്. ഇനി നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ഒരു ചോദ്യമായിരുന്നു ഈ ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ട്. എന്തായിരുന്നു അന്നുണ്ടായിരുന്ന സോഷ്യൽ സ്റ്റാറ്റസ്? എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു? അതുപോലെ തന്നെ എന്തൊക്കെയായിരുന്നു സോഷ്യൽ ലെവൽ പ്രാക്ടീസസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും സോഷ്യൽ സ്റ്റാറ്റസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്? ഓക്യുപ്പേഷൻ, കാസ്റ്റ്, വെൽത്ത് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ബേസ് ചെയ്തിട്ടായിരുന്നു എന്തുണ്ടായിരുന്നു? സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കിങ്സ് ആണെങ്കിലും
കിങ്സ് ആണെങ്കിൽ, ലോർഡ്സ് ആണെങ്കിൽ, പ്രീസ്റ്റ് ആണെങ്കിൽ, ഓഫീസേഴ്സ് ആണെങ്കിലൊക്കെ ഹയർ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അഗ്രികൾച്ചറും ഹാൻഡിക്രാഫ്റ്റ്സിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾക്ക് എന്തായിരുന്നു, ലോവർ സോഷ്യൽ സ്റ്റാറ്റസ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാസ്റ്റിനും എന്തുണ്ടായിരുന്നു, അവരുടെ എല്ലാ റിച്വൽസും കസ്റ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എവിൾ പ്രാക്ടീസസ് ആയിട്ടുള്ള സതി, ചൈൽഡ് മാരേജ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എവിൾ പ്രാക്ടീസസ് ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രം മക്കൾ എഴുതിയാൽ മതി. അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ സിറ്റുവേഷൻ ചോദിക്കുകയാണെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാം, ഇതിലെ 2-3 പോയിന്റ്സ് എന്ത് ചെയ്യാം എടുത്ത് എഴുതാം. എവിൾ പ്രാക്ടീസസ് ചോദിക്കുകയാണെങ്കിൽ സതി ഉണ്ടായിരുന്നു, ചൈൽഡ് മാരേജ് ഉണ്ടായിരുന്നു, മക്കൾക്ക് എന്ത് ചെയ്യാം അവിടെ ആൻസർ കൊടുക്കാം. മലയാളത്തിൽ പറയാം മക്കളെ. അപ്പോൾ എന്താ പറയുക, ജാതി, അതുപോലെ തന്നെ ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു ഒരാളുടെ സാമൂഹ്യ പദവി നിർണ്ണയിച്ചിരുന്നത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥരൊക്കെ എവിടെയായിരുന്നു മക്കളെ, ഉയർന്ന സാമൂഹ്യ പദവിയിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. ഇനി കൈത്തൊഴിലും കൃഷിയുള്ള ആളുകൾ എവിടെയായിരുന്നു, സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ആളുകളായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഇനി ഓരോ ജാതിക്കാർക്ക് എന്തുണ്ടായിരുന്നു, അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സതി, ശൈശവവിവാഹം പോലെയുള്ള എന്തുണ്ടായിരുന്നു, അനാചാരങ്ങൾ എവിടെ ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് സോഷ്യൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രധാനമായിട്ട് വരുന്നത് എന്താ പറയുക, ഇവിടുത്തെ നോളജിനെ കുറിച്ചുള്ള ഇന്ത്യ ദ അബോർഡ് ഓഫ് നോളജ് എന്നുള്ള ഭാഗമാണ് നമുക്കിവിടെ വരുന്നത്. എന്താ പറയുക, ഇന്ത്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ സ്പീക്ക് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താ പറയുക, അതേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ത്യൻ ലാംഗ്വേജ് പലതും പഠിച്ചെടുക്കാൻ പ്രയാസമാണെന്നൊക്കെയാണ് ആരുടെ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്, ആമിർ ഖുസ്രുവിൻ്റെ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ചെസ്സിലാണെങ്കിലും, പഞ്ചരത്ന സ്റ്റോറേജിലാണെങ്കിലും, മാത്തമാറ്റിക്സിലാണെങ്കിലൊക്കെ വലിയ കോൺട്രിബ്യൂഷൻസ് ആര് നടത്തിയിട്ടുണ്ട്, ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടെന്നാണ് ആര് പറയുന്നത്, ആമിർ ഖുസ്രു പറയുന്നത്. അപ്പോൾ ഇന്ത്യ പ്രധാനപ്പെട്ട വിജ്ഞാന കേന്ദ്രം കൂടിയാണ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ ഭാഷ മറ്റുള്ളവർക്ക് പഠിച്ചെടുക്കാൻ പ്രയാസമാണ്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു പല ഭാഷകളും പഠിച്ചെടുക്കുന്നുണ്ട്. അതിന് പഞ്ചതന്ത്ര കഥകളാണെങ്കിലും, അതുപോലെ തന്നെ സംഖ്യാശാസ്ത്രമാണെങ്കിലും, അതുപോലെ തന്നെ ചതുരംഗത്തിലാണെങ്കിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പേർട്ട് ആണ് എന്നാണ് ആര് പറയുന്നത്, ആമിർ ഖുസ്രുവിന്റെ വാക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിന് നമുക്ക് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ്, എഡ്യൂക്കേഷൻ അന്ന് പ്രാധാന്യം ഉണ്ടായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ബനാറസിലും, ആഗ്രയിലും, ലാഹോറിലൊക്കെ എന്തുണ്ടായിരുന്നു, കാഞ്ചിയിലും, മധുരയിലും ഒക്കെ എന്തുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസ് ഒക്കെ സിറ്റുവേറ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏതൊക്കെ പ്രദേശങ്ങളാണ്, ഈ പ്രദേശങ്ങളൊക്കെ മക്കൾ എന്ത് വിദ്യാകേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് സാർ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നളന്ദ സർവകലാശാലയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടേക്കും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആര് വരുന്നുണ്ട്, വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ആസ്ട്രോണമിയിലാണെങ്കിലും, ഗണിതശാസ്ത്രത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സിലൊക്കെ ഇതിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമ്മൾ വലിയ പ്രോഗ്രസ് അറ്റൈൻ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് ഭാസ്കര രചിച്ചിട്ടുള്ള ലീലാവതി ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഗണിതശാസ്ത്ര ഗ്രന്ഥമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ജയ്പൂരിലും, ഡൽഹിയിലും, ഉജ്ജയിനിയിലും, ബനാറസിലൊക്കെ എന്തുണ്ടായിരുന്നു, വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ഒബ്സർവേറ്ററീസ് എവിടെയൊക്കെയാണ് ഉണ്ടായിരുന്നത്, മക്കൾ ഒരാൾ കമൻറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഒബ്സർവേറ്ററീസ് എവിടെയൊക്കെയായിരുന്നു, ജയ്പൂർ, ഡൽഹി, ഉജ്ജയിന്, അതുപോലെ തന്നെ ബനാറസിലേക്കായിരുന്നു പ്രധാനമായിട്ടും എന്തുണ്ടായിരുന്നത്, ഒബ്സർവേറ്ററീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വാന നിരീക്ഷണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇനി സാറ് ഈ ഒരു പേജ് സാറ് എടുത്തു, അതുകൊണ്ട് തന്നെ മക്കളായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്താണ് പ്രധാനപ്പെട്ട വിദേശികൾ ആരൊക്കെയാണ്, അവരുടെ പ്രദേശങ്ങൾ എവിടെയൊക്കെയാണെന്ന് അവിടെ സാർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സാമിന് പഠിക്കാൻ വേണ്ടി സാർ ചെയ്തൊരു സ്ലൈഡ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം സാർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. സാർ ചോദിച്ച ചോദ്യങ്ങളൊക്കെ എവിടെയാണെന്ന് ബാക്ക് അടിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാവലേഴ്സ് അവരുടെ കൺട്രീസും ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ആ ട്രാവലേഴ്സ് അവരുടെ കൺട്രീസും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ പ്രധാനമായിട്ടും പഠിച്ചെടുക്കുക. നമ്മൾ ഒറ്റ വീഡിയോയിൽ എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററായിട്ട് ഇനി ഒരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുക, വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ടു ഓൾ, ബൈ.